കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാം, എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞത്. ആർക്കെതിരെയാണ് ആരോപണത്തിന് മുന്നിൽ ഷിനോജത്തി? എല്ലാവർക്കും അറിയാമല്ലോ ആരാണെന്നും എന്തിനാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ്, എന്തിനാണ്? അത് യൂത്ത് കോൺഗ്രസിനുള്ളിലുള്ള ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ടീമിന് ഉള്ള ഒരു ചാണ്ടിയുമായുള്ള ഒരു എതിർപ്പ് അതൊക്കെ തന്നെ പരസ്യമായ രഹസ്യമാണ്. പലപ്പോഴും പലതവണ ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയെ നീക്കിയത് പോലും അത്തരത്തിലുള്ള ഷാഫിയുടെയും അതുപോലെ രാഹുലിന്റെയും ഒക്കെ തന്നെ ഇടപെടൽ കൂടെ കാണുന്നൊക്കെ തന്നെയാണ് പാർട്ടിക്കുള്ളിലെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു, അത് തനിക്കെതിരെ വരുന്നു എന്ന് തന്നെയാണ് ചാണ്ടി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ രീതിയിൽ അബിൻ വർക്കിക്കും അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ നീതി ഇവർ നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ചാണ്ടി പറഞ്ഞു വെക്കുന്നത്. അതായത് ഐ ഗ്രൂപ്പിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ടിരുന്ന ചാണ്ടി ഉമ്മൻ ഐ ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അബിൻ വർക്കിക്ക് ഇത്തരത്തിൽ സ്വാഭാവികമായ നീതി നിഷേധിച്ചോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒക്കെ തന്നെ ചാണ്ടി ഉമ്മൻ പറയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു മൗന അനുവാദം, മൗന ആശീർവാദം ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മന് ഉണ്ട് എന്നൊരു കാര്യം വ്യക്തമാണ്. അങ്ങനെ പരമ്പരാഗതമായ രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ പൊളിച്ചെഴുതുന്നതാണ് ഇന്നത്തെ ഈ ചാണ്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. പഴയ എ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ ഐ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ. എന്തായാലും ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണവുമായി വരുമ്പോൾ അങ്ങനെ എല്ലാവരെയും പോലെ അച്ചടക്കത്തിന്റെ വാൾ വീശാനോ തള്ളി പറയാനോ ഒന്നും ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമായി അവിടെ നിലനിൽക്കുന്നത്.